എക്കണോമിക്സിലെ പ്രധാനപ്പെട്ടുള്ള സാമ്പത്തിക ശാസ്ത്രന്മാരെ കുറിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത്. ആഡം സ്മിത്തിൻ്റെയാണ് ലെയ്സസ് ഫെയർ സിദ്ധാന്തം. വെൽത്ത് ഓഫ് നേഷനും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. നെക്സ്റ്റ് JM കെയ്ൻസ് ആണ് മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ്. ഇത് പൊതു സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. പിന്നീട് മാർഷൽ, റിക്കാർഡോ പിഗോ എന്നിവരെയാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രധാന പ്രയോക്താക്കൾ. ഇത് പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. JM കെയ്ൻസിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാൾ മാർക്സ്, ലേബർ തിയറി ഓഫ് വാല്യൂ ഇദ്ദേഹത്തിൻ്റെയാണ്. കാൾ മാർക്സിൻ്റെയാണ് മിച്ചമൂല്യം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ. മൂലധനം 3 വോള്യങ്ങളായിട്ട് ഇദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ദാസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ബാഡ് മണി ഡ്രൈവ്സ് ഗുഡ് മണി ഔട്ട് എന്നത് ആരാണ് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ഗ്രാഷാമിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് തോമസ് ഗ്രാഷാം. പിന്നെ മനുഷ്യക്ഷേമത്തിനെ കുറിച്ചിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര ചിന്തകനാണ് ആൽഫ്രഡ് മാർഷൽ. ഡേവിഡ് റിക്കാർഡോയുടെയാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഡേവിഡ് റിക്കാർഡോ. ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. ആൽഫ്രഡ് മാർഷലാണ് ചോദന നിയമം അവതരിപ്പിച്ചിട്ടുള്ളത്. എസ്സേസ് ഓൺ ദി നേച്ചർ ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഇക്കണോമിക് സയൻസ് എന്നത് ലയണൽ റോബിൻസിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ്. വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠനം നടത്തിയത് ലയണൽ റോബിൻസ് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ പേരിൽ പുസ്തകം ഏർപ്പെടുത്തിയ രാജ്യമാണ് ബ്രിട്ടൻ. റസ്ത് ഗോഫ്താർ അല്ലെങ്കിൽ ദ ട്രൂത്ത് ടെല്ലർ ഇത് ദാദാഭായ് നവറോജിയുടെ ഇതാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്നത് പത്രം ദാദാഭായ് നവറോജിയുടെയാണ്. ചോർച്ച സിദ്ധാന്തവും ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ എന്ന ഗ്രന്ഥവും ഇദ്ദേഹത്തിൻ്റെയാണ്. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് പഠനം നടത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്രദത്ത്. ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിലൂടെയാണ് ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ആശയങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. JC കുമരപ്പ, ശ്രീമൻ നാരായണൻ, ധരംപാൽ എന്നിവരാണ് കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായ മേഖലയ്ക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ സ്വീകരിക്കേണ്ടതെന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ. ഗാന്ധിജിയുടെ ആശയമാണ് ഓൾറെഡി ട്രസ്റ്റിഷിപ്പ്. പിന്നെ പറയുന്നത് അമർത്യ സെന് തൻ്റെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തവ ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയ്ക്കാണ്. ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ.